യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പാലസ്തീൻ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഉത്തരവ് നടപ്പിലാക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കുന്നതല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലാണ് UNRWAയുമായുള്ള ഇസ്രായേലിനുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാനും ഏജൻസിയുടെ പ്രവർത്തനം നിർത്തലാക്കാനുമുള്ള 2 നിയമങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ പാസാക്കിയത്. ജനുവരി 30 പ്രവർത്തനം അവസാനിപ്പിച്ച് ജെറുസലേമിൽ നിന്ന് പിന്മാറാനാണ് ഏജൻസിക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിനു പിന്നാലെ ഈ മാസം ആദ്യം UNRWAയ്ക്കുള്ള ധനസഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ഉത്തരവുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പാലസ്തീൻ അഭയാർത്ഥികൾക്കു വേണ്ടി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന UN ഏജൻസിയാണ് UNRWA. യുദ്ധത്തിൽ വീടും ജീവിതമാർഗവും നഷ്ടപ്പെട്ട പാലസ്തീൻ അഭയാർത്ഥികൾക്ക് സഹായം എത്തിച്ചു നൽകുക എന്നതായിരുന്നു UNRWAയുടെ പ്രധാന ലക്ഷ്യം. പതിറ്റാണ്ടുകളായി വെസ്റ്റ് ബാങ്കിലും ഗാസ മുനമ്പിലും ഏജൻസി പ്രവർത്തനം നടത്തുന്നു. എന്നാൽ ഇതിനു മറവിൽ ഹമാസ് ഭീകരർക്ക് പ്രവർത്തിക്കാനുള്ള പണവും സാഹചര്യവും UNRWA ഒരുക്കിയെന്ന ആരോപണം ഇസ്രായേൽ പലതവണ ആവർത്തിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് UNRWAയ്ക്കെതിരെ ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്.